പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ആ പേര് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലെ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കാത്തവരാരെങ്കിലും നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവും? അല്ലെ? ആരുണ്ടാവില്ല. എല്ലാവരും നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു നാമമാണ്. ധാരാളം പ്രഭാഷണങ്ങളിലും പ്രോഗ്രാമുകളിലുമൊക്കെ മഹാനവറുകളുടെ നാമം പരാമർശിക്കപ്പെടാറുണ്ട്. സൂഫി ചക്രവാളത്തിലെ ജ്വലിക്കുന്ന താരകമാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ധാരാളം പാഠം ഉൾക്കൊള്ളാനുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു യഥാർത്ഥത്തിൽ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു, ഒരു രാജാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു. ആ ഭരണാധികാരിയുടെ സുഖലോലുപതയിൽ നിന്ന് ഭൗതികമായ ആഡംബരങ്ങളും ആനന്ദങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ആത്മീയ ജീവിതത്തിന്റെ അത്യുന്നത സോപാനങ്ങളിലേക്ക് കടന്നു വന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളെ തന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായി ധാരാളം സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു സംഭവം, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ സുഖാഡംബരങ്ങളിലും ഭൗതികമായ വർണ്ണപ്പൊലിമയിലുമൊക്കെ മയങ്ങി അതിൽ ആണ്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു, ഭരണാധികാരിയായിരുന്നു. രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേരം പോക്കിനും വിനോദത്തിനും ആഡംബരങ്ങൾക്കും ആസ്വാദനങ്ങൾക്കുമൊക്കെ ധാരാളം വഴികളുണ്ടാകും. അന്നും ഇന്നും എന്നും ഭരണാധികാരികളുടെ ഒരു സ്വഭാവമാണ്. സുഖലോലുപതയാണല്ലോ ഭരണാധികാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒത്തിണങ്ങുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന്റെ മനസ്സ്, അവന്റെ വികാരം അതിലേക്ക് കൂടുതൽ അടുക്കാനും പായാനും സാധ്യതയുണ്ട്. അങ്ങനെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പതിവ് പോലെ അദ്ദേഹം വേട്ടയ്ക്ക് വേണ്ടി കാട്ടിലേക്ക് പോയി. വനാന്തർഭാഗങ്ങളിൽ പരിവാരസമേതം സഞ്ചരിച്ച് പല സ്ഥലങ്ങളിലും കൂടാരങ്ങളും ടെന്റുകളും കെട്ടി വിശ്രമിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ആസ്വദിച്ച് കാട്ടിലൂടെ മേഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അങ്ങനെ ഒരു ജീവിതം. ഒരിക്കൽ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പരിവാരങ്ങളും പതിവ് പോലെ അത്തരമൊരു വിനോദത്തിനായി വേട്ടയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. ദിവസങ്ങൾക്ക് ശേഷമാണ് രാജാവും പരിവാരങ്ങളും തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നത്. വരുന്ന സമയത്ത് സ്വാഭാവികമായും കൊട്ടാരത്തിന് ധാരാളം തൊഴിലാളികൾ ഉണ്ടാകും. പല മേഖലകളിലും ജോലിയെടുക്കുന്ന, സേവനം ചെയ്യുന്ന ധാരാളം തൊഴിലാളികൾ ഉണ്ടാകും. അതിൽ രാജാവിന്റെ വീടും റൂമും ഒക്കെ ക്ലീനിങ് ചെയ്യുന്ന, തുടച്ചു വൃത്തിയാക്കുന്ന തോഴി, ഒരു പരിചാരിക, പതിവ് പോലെ രാജാവ് കിടക്കുന്ന റൂം, രാജാവ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദേശം നേരത്തെ കിട്ടുമല്ലോ. അപ്പൊ രാജാവ് വരുമ്പോൾ തന്റെ റൂമും ബെഡും മറ്റ് കാര്യങ്ങളുമൊക്കെ ക്ലീനായി വൃത്തിയായി ഇടേണ്ടത് അതുമായി ഉത്തരവാദപ്പെട്ട തൊഴിലാളികളുടെ ജോലിയാണ്. അപ്പോ അതനുസരിച്ച് പരിചാരികയായ തോഴിയായ പെണ്ണ് രാജാവിന്റെ റൂം, ബെഡ് വൃത്തിയാക്കുന്നതിന് വേണ്ടി റൂമിലേക്ക് കടന്നു. സുബ്ഹാനല്ലാഹ്, ഭരണാധികാരി താമസിക്കുന്ന അവരുടെ കൊട്ടാരവും ആ കൊട്ടാരത്തിനകത്ത് രാജാവിന്റെ പ്രത്യേകമായ സ്പെഷ്യൽ ബെഡ്റൂമും അതിന്റെയൊന്നും മഹത്വവും പ്രാധാന്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്രമാത്രം സുഖാഡംബരവും ആനന്ദകരവുമായിരിക്കും അതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പരിചാരികയായ തോഴിയായ പെണ്ണ് രാജാവിന്റെ റൂം തൂത്ത് വൃത്തിയാക്കുന്നതിന് വേണ്ടി കൊട്ടാരത്തിലേക്ക്, റൂമിലേക്ക് കടന്നുവന്ന് അവൾ ആ ബെഡും മറ്റു ഭാഗങ്ങളുമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വാഭാവികമായും രാജാവിന്റെ ബെഡിൽ ഒന്ന് സ്പർശിച്ചു. രാജാവിന്റെ ബെഡിലൊന്ന് സ്പർശിച്ചു. സുബ്ഹാനല്ലാഹ്, അതിന്റെ മൃദുലതയും അതിന്റെ സൗകുമാര്യതയും ആ പരിചാരികയായ പെണ്ണിനെ വല്ലാതെ ആകർഷിച്ചു. സാധാരണ വൃത്തിയാക്കുന്ന സമയത്തൊക്കെ രാജാവും ബന്ധപ്പെട്ട ആളുകളുമൊക്കെ അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത് ആസ്വദിക്കാനുള്ള അവസരം ലഭിക്കാറില്ല. ഇപ്പോൾ കിട്ടിയ ചാൻസ് ആണെങ്കിൽ നല്ലൊരു ചാൻസാണ്. രാജാവ് കൊട്ടാരത്തിലില്ല, രാജാവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട ആരും കൊട്ടാരത്തിലില്ല. അപ്പൊ സ്വാഭാവികമായും ആ കിട്ടിയ ചാൻസ് പരിചാരികയായ തോഴിയായ പെണ്ണ് കരുതി ഒരല്പസമയം ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ രാജാവ് കിടക്കുന്ന ആ ബെഡിലൊന്ന് കടന്നൊന്ന് ആസ്വദിച്ചാലോ
ഭൗതിക ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ആസ്വാദ്യം, ഏറ്റവും വലിയ സുഖം, ആനന്ദം. ആ പെണ്ണ് അതിലൊന്ന് കിടന്നു. സുബ്ഹാനല്ലാഹ്, കിടക്കേണ്ട താമസം അറിയാതെ അതിന്റെ സൗകുമാര്യതയും അതിന്റെ മൃദുലതയും കാരണം അവൾ അറിയാതെ മയങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. ആ സമയത്താണ് രാജാവും പരിവാരങ്ങളും കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. രാജാവ് നേരെ തന്റെ ബെഡ്റൂമിലേക്ക് കടക്കുന്നു. കടക്കുന്ന സമയത്ത് താൻ കാണുന്ന കാഴ്ച വല്ലാത്ത, ഒരു തരത്തിൽ ആശ്ചര്യകരവും മറ്റൊരു തരത്തിൽ വികാരപരവുമായ കാഴ്ചയായിരുന്നു. തന്റെ കൊട്ടാരത്തിലെ തൊഴിലാളിയായ, പരിചാരികയായ, വേലക്കാരിയായ പെണ്ണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ബെഡിൽ കയറി കിടക്കുന്നു. എന്തൊരു ധിക്കാരമാണിത്! എന്തൊരു ധിക്കാരമാണ് ഈ കാണിക്കുന്നത്! സുബ്ഹാനല്ലാഹ്, ഏതൊരു രാജാവായാലും, രാജാവ് വേണ്ട ഒരു സാധാരണ മുതലാളിയായാൽ പോലും കൈക്കൊള്ളുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന് നമുക്കൊക്കെ ഊഹിക്കാമല്ലോ. ആ പെണ്ണിന്റെ ധിക്കാരപൂർവമായി പെരുമാറ്റമെന്ന് രാജാവിന് തോന്നിയ സംഗതി കണ്ടപ്പോ ഒട്ടും താമസിയാതെ അതിശക്തമായി ആ പെണ്ണിനെ രാജാവെന്ന് പ്രഹരിച്ചു. ബാക്കിയുള്ള ശിക്ഷ പിന്നീട്. ഫസ്റ്റ് ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ. രാജാവിന് ആ സമയത്ത് തോന്നിയ വികാരത്തിൽ തന്റെ കട്ടിൽ, തന്റെ ബെഡിൽ കിടന്നുറങ്ങിയ ആ പരിചാരികയായ, തോഴിയായ പെണ്ണിനെ അതിശക്തമായി രാജാവെന്ന് പ്രഹരിച്ചു. പിന്നീടായിരിക്കും മറ്റുള്ളവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് ഇവിടെ കൈകാര്യം ചെയ്യാൻ. ആ പെണ്ണിനെ ശക്തിയായി പ്രഹരിച്ചപ്പോൾ സുഖമായി ബെഡിൽ കിടന്നുറങ്ങിയിരുന്ന പെണ്ണ് ഞെട്ടി ഉണരുകയാണ്. ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, സാക്ഷാൽ രാജ്യത്തിന്റെ ഭരണാധികാരിയായ, കൊട്ടാരത്തിന്റെ മുതലാളിയായ, ഈ ബെഡിന്റെ ഉടമസ്ഥനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹമാണ് തന്നെ പ്രഹരിച്ചത്. എന്ത് ചെയ്യണമെന്നറിയാതെ വേദന കൊണ്ട് ആ പെണ്ണ് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. കരയുകയല്ലാതെ അവിടെ നിവൃത്തിയില്ലല്ലോ. കരച്ചിൽ കുറച്ചുനേരം നീണ്ടു. അത് കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അടികിട്ടിയ പെണ്ണ് ആദ്യം പൊട്ടിക്കരയുകയും പിന്നീട് പൊട്ടിച്ചിരിക്കുകയാണ്. രാജാവിന് വീണ്ടും അത്ഭുതകരമായി, ആശ്ചര്യമായി. ഇവളെന്താണ് ഈ കാണിക്കുന്നത്? താൻ കിടക്കുന്ന ബെഡിൽ യാതൊരു വിധത്തിലുള്ള മടിയും കൂടാതെ, ഭയവും കൂടാതെ കിടന്നുറങ്ങിയ പരിചാരികയായ, തൊഴിലാളിയായ പെണ്ണിനെ രാജാവ് കൈകാര്യം ചെയ്തപ്പോൾ ആദ്യം വേദന കൊണ്ട് കരഞ്ഞു എന്ന് ആശ്വസിക്കാം. രണ്ടാമത് ആ പെണ്ണ് ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. ഇവൾക്കെന്തോ ഭ്രാന്ത് പിടിച്ചു? മാനസിക നില തെറ്റിയോ? എന്ത് സംഭവിച്ചു? രാജാവ് തന്റെ ദേഷ്യമൊക്കെ അടക്കി ആ പെണ്ണിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അവൾ പറഞ്ഞു, പ്രിയപ്പെട്ട രാജാവെ, ഭരണാധികാരിയായ തന്റെ യജമാനനായ മുതലാളിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് കിടക്കുന്ന ഈ റൂം, അങ്ങ് വരുന്ന വിവരമറിഞ്ഞതൊന്ന് വൃത്തിയാക്കാം, ക്ലീൻ ചെയ്യാം, ശുദ്ധിയാക്കാമെന്ന് കരുതിയാണ് ഞാൻ ഈ റൂമിലേക്ക് കടന്നു വന്നത്. ആ റൂമും ബെഡും വിരിപ്പുകളും മറ്റു സൗകര്യങ്ങളും ഒക്കെ അങ്ങക്കായി വൃത്തിയാക്കുന്നതിനിടയിൽ ഞാൻ ആ ബെഡിലും അതിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പിലുമൊക്കെ ഒന്ന് തൊട്ടു നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത സൗകുമാര്യതയും മൃദുലതയും എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ എന്റെ ബുദ്ധിമോശം കൊണ്ട് എനിക്കൊന്ന് തോന്നി, രാജാവിവിടെ ഇല്ലല്ലോ, പരിവാരങ്ങളിവിടെ ഇല്ലല്ലോ, ഒരു അല്പസമയം ഒന്ന് കിടന്നെഴുന്നേൽക്കാമെന്ന്. അതിൽ കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ഞെട്ടി ഉണരുന്നത് അങ്ങയുടെ ശക്തമായ പ്രഹരം കിട്ടിയപ്പോഴാണ്. ആ പ്രഹരത്തിന്റെ അടിയുടെ വേദന കൊണ്ട് ഞാൻ പെട്ടെന്ന് കരഞ്ഞു, വേദന കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. പക്ഷേ പിന്നീട് ഞാൻ ചിരിക്കുകയും ചെയ്തു. എന്താ കാരണം? ഞാൻ ഈ ബെഡിൽ കിടന്നുറങ്ങുമ്പോ ഞാൻ ചെയ്ത ധിക്കാരപരമായ പെരുമാറ്റത്തിന് അങ്ങനെ ശിക്ഷിച്ചു, അല്ലേ? അങ്ങനെ ശിക്ഷിച്ചു. ശിക്ഷിക്കുമ്പോൾ സംഭവം നേരെ ഓപ്പോസിറ്റ്. ആദ്യം കൂടെ പൊട്ടിച്ചിരിച്ചു, പിന്നീട് പൊട്ടിക്കരയുന്നു. അടി കിട്ടിയ ഉടനെ ചിരിക്കുകയാ. സാധാരണ അടി കിട്ടിയാൽ കരയുകയാണല്ലോ. ഇത് അടി കിട്ടിയപ്പോൾ പൊട്ടിച്ചിരിച്ചു, പിന്നീട് ആ കരച്ചിൽ വന്നത്. അപ്പോഴാണ് അത്ഭുതം തോന്നിയത് രാജാവിന്, അല്ലേ? രാജാവിന് അത്ഭുതം തോന്നിയതാണ്. എന്താ, നീ അടി കിട്ടിയപ്പോൾ ആദ്യം പൊട്ടിച്ചിരിച്ചു, പിന്നീട് പൊട്ടിക്കരഞ്ഞു. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ, ഈ രാജ്യത്തിന്റെ ഉടമസ്ഥനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന മഹാനായ മനുഷ്യൻ കിടക്കുന്ന ബെഡിൽ ഇവിടത്തെ ഒരു തൊഴിലാളിയായ, പരിചാരികയായ, സേവികയായ ഒരു പെണ്ണ് കിടക്കുക എന്ന് പറയുന്നത് പോയിട്ട് അതിൽ സ്പർശിക്കുന്നത് പോലും ഒരുപക്ഷെ അഹങ്കാരമായി പലരും കരുതിയേക്കാം. ഞാൻ ഈ ബെഡിൽ കിടന്ന് സുഖമായി കുറച്ചുനേരം കിടന്നുറങ്ങി. എനിക്ക് എന്റെ ഭൗതികമായ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ആനന്ദവും അസുലഭ സന്ദർഭവുമായിരുന്നു. ഇത്രയും സമയം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ബെഡിൽ കയറി കിടന്നതിന് എനിക്കൊരു അടി മാത്രമല്ലേ കിട്ടിയുള്ളൂ എന്നോർത്തപ്പോൾ ഞാൻ ചിരിക്കുകയായിരുന്നു. എനിക്ക് ആ സമയത്ത് വേദന അനുഭവപ്പെട്ടെങ്കിലും
കരച്ചിൽ വന്നില്ല, ഞാൻ ചിരിക്കുകയായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് എനിക്ക് ഒരുപക്ഷെ വധശിക്ഷയാണ് എനിക്ക് കിട്ടേണ്ട ശിക്ഷ. അത്രമാത്രം ഗുരുതരമായ തെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ രാജാവ് എന്നെ ഒന്ന് അടിച്ചു, അതാണ് ഞാൻ ചിരിക്കാൻ കാരണം. അത് ഓർത്തപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഇത്രയും നല്ലൊരു സൗഭാഗ്യം, ഒരു അടിയല്ല, ഇനി രണ്ടടി കിട്ടിയാലും കുഴപ്പമില്ല. കുറച്ചു മുമ്പ് ഇവിടെ അടുത്തൊരു സംഭവം ഉണ്ടായി. ഒരു അറബി വീട്ടിൽ പണിയെടുക്കുന്ന ഒരു ഡ്രൈവർ അല്ലെങ്കിൽ തൊബാഹ പണിയെടുക്കുന്ന ഒരു തൊഴിലാളി, ഒരു ജോലിക്കാരൻ, അദ്ദേഹം എന്തോ ചെയ്തത് മുതലാളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മുതലാളി ദേഷ്യപ്പെട്ടു. സ്വാഭാവികമായിട്ട് ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ടല്ലോ, ദേഷ്യം വന്നാൽ പിന്നെ പെട്ടെന്ന് വട്ടൂരിയിട്ട് ഒരു അടിയാ. വട്ടല്ല, ഇത് കയ്യിൽ കിട്ടി എന്തൊക്കെയുണ്ട്. ആ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചു. ദേഷ്യം വന്നു, അടികിട്ടി ഇവനാകെ വല്ലാതെ ബേജാറിലും വെപ്രാളത്തിലുമായി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. അടുത്തുള്ള ആളുകളെയൊക്കെ അറിയിച്ചു ബന്ധപ്പെട്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല, എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്ത് പോകണം എന്ന ചിന്തയിലായി. അറബി തന്റെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങി കുറച്ചു കഴിഞ്ഞ് തന്റെ സമാധാനം വീണ്ടെടുത്ത്, സമനില വീണ്ടെടുത്ത്, പിന്നെയാണ് അദ്ദേഹത്തിന് തോന്നി വേണ്ടിയില്ല, അത്രയും ശിക്ഷ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് കരുതി പതുക്കെ മുതലാളി ഇവനെ സോപ്പിട്ട് വിളിച്ചിട്ട് കയ്യിലൊരു 1000 ദിർഹം എടുത്തു കൊടുത്തു. വിഷമിക്കേണ്ട, സാരമില്ല, ഞാൻ എന്റെ ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. അടികിട്ടി കുറച്ച് ഗുരുതരമായി പരിക്ക് പറ്റിയെങ്കിലും തൽക്കാലം മരുന്ന് മേടിച്ച് സമാധാനം. അപ്പം വിചാരിച്ചു, നീ ഇങ്ങനെയാണെങ്കിൽ 2 അടി കൂടുതൽ കിട്ടിയാലും കുഴപ്പമില്ല, ദിവസം 1000 രൂപ കിട്ടിയാലേ അല്ലേ എന്ന് കരുതിപ്പോയി. അങ്ങനെ ഒരാളത് ഉണ്ടായ ഒരു സംഭവമാണ്. കാശ് കൂടി കിട്ടിയപ്പോ ആ വേദനയൊക്കെ അങ്ങ് പോയി. അപ്പൊ എന്നതുപോലെ ഈ പെണ്ണ് ചിന്തിച്ചു, ഇത്രയും സമയം രാജാവിന്റെ ഈ ബെഡിൽ സുഖമായി ഞാൻ കിടന്നിട്ട് എനിക്കൊരു അടിയല്ലേ കിട്ടിയുള്ളൂ, സാരമില്ല, അത് ചെറിയ നിസ്സാരമായ സംഗതി, അങ്ങനെയാണെങ്കിൽ നാളെയും കിടക്കാം, ഒരടി കിട്ടിയുള്ളൂ, കുഴപ്പമില്ല, സാരമില്ല എന്ന് കരുതി. അപ്പോ താൻ ചെയ്ത പ്രവർത്തനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കിട്ടിയ ശിക്ഷ വളരെ ലളിതമാണ് എന്നാലോചിച്ചുകൊണ്ടാണ് ആ പെണ്ണ് പൊട്ടിച്ചിരിച്ചത്. പക്ഷേ പിന്നീട് അവൾ പൊട്ടിക്കരയാൻ കാരണം എന്താണ്? ആ സമയത്ത് പെണ്ണ് പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ട മഹാരാജാവേ, ഈ വിശാലമായ ബൽഖ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ അധിപനായ അങ്ങ് ഉണ്ടാക്കിയ കൊട്ടാരം, അങ്ങ് കിടക്കുന്ന ഈ കൊട്ടാരം, അങ്ങയുടെ ഈ സുന്ദരമായ ബെഡ്റൂം, ഇതിൽ അങ്ങ് കിടക്കുകയും സുഖമായി ഉറങ്ങുകയും സുഖിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ ബെഡിൽ കിടന്നത് മറ്റൊരു ഭരണാധികാരിയായിരുന്നു, അങ്ങയുടെ പൂർവികനായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ അങ്ങും ഈ ബെഡിൽ നിന്ന്, ഈ കൊട്ടാരത്തിൽ നിന്ന് വിട പറഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് അങ്ങ് യാത്ര പോകും. മറ്റൊരു ഭരണാധികാരി തങ്ങളുടെ പിൻഗാമിയായി വരും. അങ്ങിതിന്റെ താൽക്കാലിക ഉടമസ്ഥനാണ്. ഈ കൊട്ടാരത്തിന്റെയും ഈ ബെഡിന്റെയും ഈ റൂമിന്റെയും ഈ കാണുന്ന രാജ്യത്തിന്റെ തന്നെയും താൽക്കാലിക ഉടമസ്ഥനാണല്ലോ അങ്ങ്. അതുകൊണ്ടാണല്ലോ ഉടമസ്ഥന്മാര് മാറി മാറി വരുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ഉടമസ്ഥൻ മറ്റൊരാളായിരുന്നു. ആ ഭരണാധികാരിയുടെ വിയോഗശേഷം പിൻഗാമിയായി നിങ്ങൾ വന്നു. ഇനി മറ്റൊരു ദിവസം അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പോയി മറ്റൊരു ഭരണാധികാരി വരും. അപ്പോൾ ഈ ഭരണാധികാരികളായ നിങ്ങളെല്ലാം ഇതിന്റെ താൽക്കാലിക ഉടമസ്ഥന്മാര് മാത്രമാണ്. ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവല്ലേ. താൽക്കാലിക ഉടമസ്ഥനായ നിങ്ങൾ കിടക്കുന്ന ഈ ബെഡിൽ ഞാനൊരല്പസമയം കിടന്നതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ക്രൂരമായി മർദ്ദിച്ചെങ്കിൽ, നിങ്ങൾ എന്നെ ശിക്ഷിച്ചെങ്കിൽ ഞാൻ ഒരു വേള ചിന്തിച്ചുപോയി, പ്രിയപ്പെട്ട രാജാവേ, ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ രാജാതിരാജനായ റബ്ബിന്റെ കോടതിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ കുറച്ചുകാലം താൽക്കാലിക ഉടമസ്ഥനായതിന്റെ പേരിൽ ഇതിൽ കിടന്നു സുഖിച്ചു, ആനന്ദിച്ചു, നിങ്ങൾ ദുന്യവിയായ എല്ലാ ആഡംബരങ്ങളും ആസ്വദിച്ചു. അങ്ങനെ നിങ്ങൾ താൽക്കാലിക ഉടമസ്ഥനായ നിങ്ങൾ ദുനിയാവിന്റെ ഈ സുഖം ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ചെയ്തതിന്റെ പേരിൽ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബിന്റെ കോടതിയിലേക്ക് നാളെ നിങ്ങൾ ചെല്ലുമ്പോൾ അള്ളാഹു നിങ്ങളെ എത്രമാത്രം ശിക്ഷിക്കുമെന്ന് ഓർത്തപ്പോൾ ഞാൻ കരഞ്ഞുപോയതാണ്. കണ്ടോ? താൽക്കാലിക ഉടമസ്ഥനായ നിങ്ങൾ കിടക്കുന്ന ബെഡിൽ ഞാനൊരല്പസമയം കിടന്നതിന്റെ പേരിൽ നിങ്ങൾ എന്നെ പ്രഹരിച്ചെങ്കിൽ, ശിക്ഷിച്ചെങ്കിൽ, യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബിന്റെ കോടതിയിലേക്ക് നിങ്ങൾ നാളെ ചെല്ലുമ്പോൾ ആ യഥാർത്ഥ ഉടമസ്ഥനായ അള്ളാഹു, രാജാതിരാജനായ റബ്ബ്, മാലിക്കുൽ മുലൂക്കായ തമ്പുരാൻ നിങ്ങളെ എത്രമാത്രം ശിക്ഷിക്കുമെന്ന് ഓർത്തപ്പോൾ ഞാൻ കരഞ്ഞുപോയതാണ്. ആ പെണ്ണിന്റെ മറുപടി കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുന്ന് ചിന്തിക്കുകയാണ്, എന്താണ് ഈ കേൾക്കുന്നത്? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു അനുഭവമാണല്ലോ, അല്ലെങ്കിൽ വല്ലാത്തൊരു വിഷയമാണല്ലോ.
ഈ പെണ്ണ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. ഞാൻ ഇന്നലെ ഇതിന്റെ ഭരണാധികാരിയല്ലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എന്റെ പൂർവികൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ദൗത്യം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ ഭരണാധികാരിയായി വന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഈ ഭരണാധികാരിന്റെ രാജ്യം ഒഴിഞ്ഞുകൊണ്ട് ഞാൻ പോവേണ്ടതല്ലേ? ഞാനും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരല്ലേ? നാളെ ഞാനും ഒഴിഞ്ഞു പോകേണ്ടതല്ലേ? യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബിന്റെ കോടതിയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ അല്ലാഹു തആല എന്നെ ശിക്ഷിക്കില്ലേ? ജീവിതകാലം മുഴുവനും ഞാൻ ഇതിൽ കിടന്നാണല്ലോ സുഖിച്ചത്. ആ പെണ്ണൊരൽപ്പസമയം മാത്രമേ കിടന്നിട്ടുള്ളൂ. ഞാനാണെങ്കിൽ എന്റെ ജീവിതകാലം മുഴുവനും ഇതിൽ സുഖിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. അപ്പോ അല്ലാഹു തആല എന്നെ എത്രമാത്രം ശിക്ഷിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന് പിന്നെ ഒരു മനസ്സമാധാനവുമില്ല. ഉടൻ തന്നെ മഹാനവറുകൾ ചിന്തിക്കുകയാണ്, തറത്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതു യാല ലകൈ അറാക വലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി റബാ ലമഹന്നൽ ഫുആദു ലാ സിവാക. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വിശാല വിസ്തൃതമായ ബൽഖ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ അധിപനായി വാണരുളിയിരുന്ന ഇബ്രാഹിം അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിന്താമണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. അദ്ദേഹം ചിന്തിച്ചുപോയി, ഇനി എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഈ കൊട്ടാരത്തിൽ കിടന്ന് സുഖിച്ചു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞാൻ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നാൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് വിചാരണ ചെയ്യപ്പെടുമല്ലോ. ഞാൻ അനുഭവിച്ച ഈ സുഖങ്ങൾക്കും ആനന്ദങ്ങൾക്കും ആർഭാടങ്ങൾക്കും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ എനിക്ക് ശിക്ഷ കിട്ടുമല്ലോ. രാജാധിരാജനായ റബ്ബെന്നെ പിടിച്ചു നിർത്തി വിചാരണ ചെയ്യുമല്ലോ എന്നോർത്തപ്പോൾ മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തന്റെ ഭൗതികമായ എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിക്കുകയാണ്, രാജാധികാരം തന്നെ ഉപേക്ഷിക്കുകയാണ്. തറത്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതു യാല ലകൈ അറാക. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിനു വേണ്ടി ഞാൻ എന്റെ ഭൗതികമായ എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിക്കുന്നു. ഈ കൊട്ടാരത്തോട് ഞാൻ വിട പറയുന്നു. ഞാൻ കാലാകാലങ്ങളായി സുഖമായി കിടന്നുറങ്ങിയ ഈ സുന്ദരമായ ബെഡിനോടും ഈ റൂമിനോടും ഞാൻ പടുത്തുയർത്തിയ വിശാലമായ മണിമാളികയോടും ഞാൻ വിട പറയുന്നു. എന്റെ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളോടും ഞാൻ വിട പറയുന്നു. അതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. തറത്തുൽ ഖൽഖ തുറം ഫീ റിളാക. നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ എല്ലാ സൃഷ്ടികളെയും ഉപേക്ഷിക്കുന്നു, എല്ലാത്തിനോടും വിട പറയുന്നു. മാത്രമല്ല വഅയ്തംതു യാല ലകൈ അറാക. നാളെ നിന്റെ കോടതിയിൽ വരുമ്പോൾ പൊരുത്തത്തോടുകൂടി തൃപ്തിയോടുകൂടെ നിന്നെ കാണാൻ, നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ലഭിക്കാൻ ഭൗതികമായി എനിക്കുള്ള എന്തെല്ലാം സൗകര്യങ്ങളും സുഖങ്ങളുമുണ്ടോ എന്റെ സുന്ദരിയും സുമുഖിയുമായ ഭാര്യയെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ മക്കളോട് ഞാൻ വിട പറയുന്നു. എന്നെ ഇബാദത്തിനെ തൊട്ട് ആരാധനയെ തൊട്ട് പടച്ച റബ്ബിന്റെ സ്മരണയിൽ നിന്ന് എന്നെ വിളങ്ങുന്ന എന്തെല്ലാം ഭൗതികമായ സന്നാഹങ്ങളും സൗകര്യങ്ങളും ഉണ്ടോ അതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതു യാല ലകൈ അറാക വലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി റബാ ലമഹന്നൽ ഫുആദു ഇലാ സിവാക. എന്റെ ശരീരം തുണ്ടം തുണ്ടമായി മുറിക്കപ്പെട്ടാലും ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടാലും ഭൗതികമായ ലോകത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നാലും നിന്റെ പൊരുത്തത്തിന് വേണ്ടി അതൊന്നും സഹിക്കുന്നത് എനിക്കൊരു പ്രശ്നമല്ല. വലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി റബാ ലമഹന്നൽ ഫുആദു ഇലാ സിവാക. നീ എല്ലാ തോന്നിലേക്കും എന്റെ ഹൃദയം ഇനി ഒരിക്കലും ചായൂല റബ്ബേ. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് എന്റെ ഹൃദയത്തിൽ ഞാൻ കുടിയിരുത്തുന്നത്. ഭൗതികമായ എല്ലാ വിഷയങ്ങളോടും ഞാനിതാ വിട ചൊല്ലിയിരിക്കുന്നു, എല്ലാ ആഡംബരങ്ങളും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു തന്റെ ഭൗതികമായ അധികാരത്തിന്റെ പിൻബലത്താൽ പടുത്തുയർത്തപ്പെട്ട കോട്ടകൊത്തളങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് ഭൗതികമായ എല്ലാ സന്നാഹങ്ങളും സൗകര്യങ്ങളും വെടിഞ്ഞുകൊണ്ട് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു
തന്റെ ജീവിതത്തിൽ മറ്റൊരു മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ആത്യന്തികമായി ആത്മീയോത്കർഷത്തിന്റെ അത്യുന്നതമായ മേഖലകളിലേക്ക് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. ആ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പിന്നെ അനുഭവിച്ച ത്യാഗമറിയണോ സുഹൃത്തുക്കളെ? മറ്റൊരു ചരിത്രത്തിൽ കാണാം. എങ്ങോട്ടൊന്നില്ലാതെ യാത്ര തുടരുകയാണ്. ഒരു ഫഖീറായി, ഒരു മിസ്കീനായി, ഒരു സാധുവായി, ഒരു പാവപ്പെട്ടവനായി, ഭൗതികമായ എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ യാത്രയിലാണ്. അങ്ങനെ യാത്ര തുടരുന്നതിനിടയിൽ ഒരു ദിവസം പാതിരാ സമയത്ത് അതാ കഠിനമായ തണുപ്പുണ്ട്, ശക്തമായ തണുപ്പുണ്ട്. മരം കോച്ചുന്ന തണുപ്പത്തൊന്ന് സുഖമായി എവിടെയെങ്കിലും വിശ്രമിക്കാൻ പോലും സൗകര്യം കിട്ടാതെ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു വിഷമിക്കുമ്പോ മഹാനവറുകൾ അതാ വഴിവെക്കൽ കണ്ട ഒരു ചെറിയ പള്ളിയിൽ കയറിക്കൂടുകയാണ്. അവിടെയൊന്ന് അന്തി ഉറങ്ങാം, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാം, വലിയ തണുപ്പിൽ നിന്ന് രക്ഷ നേടാമെന്ന് കരുതി മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ കയറിക്കൂടുകയാണ്. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ അറിയാം, സാധാരണ നിലയിൽ പള്ളികളിലേക്ക് മറ്റുള്ളവരെ കൂടുതൽ കയറ്റി കിടത്താറില്ല. സ്വതന്ത്രമായി എല്ലാവർക്കും കയറി കിടക്കാനുള്ള അനുവാദം കൊടുക്കാറില്ല. സാധാരണ ഉണ്ടാകുന്ന സംഭവമാണല്ലോ. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ കയറി ആ കഠിനമായ തണുപ്പിൽ നിന്ന്, മരം കോച്ചുന്ന തണുപ്പത്ത് നിന്നൊന്ന് രക്ഷ നേടാമെന്ന് കരുതി അതിനകത്ത് സുഖമായി ഒന്നിരിക്കുമ്പോ, വിശ്രമിക്കുമ്പോ അതാ പള്ളിയുടെ ഉത്തരവാദപ്പെട്ട വ്യക്തികൾ വന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഇവിടെ വിശ്രമിക്കാൻ പറ്റില്ല, ഇവിടെ ഉറങ്ങാൻ പറ്റില്ല, ഇറങ്ങിപ്പോകണം. മഹാനവറുകൾ പോകാനൊരിടമില്ല. ഈ കഠിനമായ തണുപ്പിലൊന്നും പുതക്കാനൊരു പുതപ്പില്ല. ഞാൻ പോയ അടത്തിലാകും. ഞാൻ ഇന്നത്തെ രാത്രിയൊന്നും ഇവിടെ ഒന്ന് അന്തി ഉറങ്ങിക്കോട്ടെ, ഞാനൊന്ന് ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടിക്കോട്ടെ. പക്ഷേ അവരനുവദിച്ചില്ല സുഹൃത്തുക്കളെ. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകാത്തതിന്റെ പേരിൽ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനെ അവരതാ ബലമായി പിടിച്ചു വലിച്ചു പുറത്തേക്കിടുകയാണ്. സുബ്ഹാനല്ലാഹ്, ആരാണ് ഈ വ്യക്തി എന്നറിയുമോ? വിശാല വിസ്തൃതമായ ബൽഖ് സാമ്രാജ്യത്തിന്റെ അധിപനായി വാണരുളിയ മഹാനായ ഭരണാധികാരിയാണ്. രമ്യഹർമ്മങ്ങളിൽ അന്തിയിറങ്ങിയ മനുഷ്യനാണ്. വലിയ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ സുഖമായി ജീവിതം കഴിച്ച മഹാനാണ്. ഇത്രയും ത്യാഗസമ്പൂർണമായ ഒരു ജീവിതത്തിലേക്ക് എടുത്തെറിയപ്പെട്ടല്ലോ. പക്ഷേ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു വിഷമം തോന്നിയില്ല. താൻ ഇതെല്ലാം അനുഭവിക്കേണ്ടവനാണ് കാണും. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്റെ ശരീരം ഇഞ്ചിഞ്ചായി മുറിക്കപ്പെട്ടാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹുവിന്റെ പൊരുത്തമാണ് എനിക്ക് വേണ്ടത്, അവന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, അത്ര വലിയ ത്യാഗം മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു സഹിച്ചു. അവിടുന്ന് സൂഫി ചക്രവാളത്തിലെ അത്യുന്നതമായ മേഖലയിലേക്ക് ഉയർന്നു. ചരിത്രം അവിടത്തെക്കുറിച്ച് പിന്നീട് പറയുന്നത്, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെ, ആത്മസമർപ്പണത്തിന്റെ പരിപാവനമായ മേഖലയിലൂടെ ലോകത്ത് വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ഉയരങ്ങൾ കീഴടക്കി സൂഫി ചക്രവാളത്തിലെ എന്നെന്നും ജ്വലിച്ചു നിൽക്കുന്ന വലിയ താരകമായി അവിടുന്ന് ഉയർന്നു. പിന്നീട് തന്നെക്കുറിച്ച് ധാരാളം ചരിത്രങ്ങൾ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. അത്തരത്തിലൊരു ചരിത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ അടുക്കൽ ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, യാ അബാ ഇസ്ഹാഖ് ഇന്നി മുസ്രിഫുൻ അലാ നഫ്സി, ഞാൻ എന്റെ ശരീരത്തോട് വലിയ അതിക്രമം കാണിച്ച മനുഷ്യനാണ്, ഒരു പാപിയാണ്, ദോഷിയാണ്. എനിക്കൊന്ന് നന്നാകണമെന്നുണ്ട്, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് എന്റെ ഹൃദയത്തെ ഒന്ന് നേരെയാക്കി എനിക്കൊന്ന് റബ്ബിനോട് അടുക്കണമെന്നുണ്ട്. നിങ്ങൾ അതിനൊരു മാർഗം പറഞ്ഞു തരണം. എല്ലാവരും ശ്രദ്ധിക്കണേ സുഹൃത്തുക്കളെ, എല്ലാവരും ശ്രദ്ധിക്കണം. പറയുന്ന ഞാനും നിങ്ങളും, നമ്മളൊക്കെ വലിയ ധാരാളം പ്രസംഗിക്കാറുണ്ട്, പറയാറുണ്ട്, എഴുതാറുണ്ട്, പലതും ചെയ്യാറുണ്ട്. കുറെ നന്മകളൊക്കെ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നവരുമാണ് നാം. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതം എവിടെയാണോ? അള്ളാഹു നമ്മെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു പാപിയായ ദോഷിയായ മനുഷ്യൻ വന്നുകൊണ്ട് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, അബാ ഇസ്ഹാഖ്, ഞാനൊരു ദോഷിയാണ്, പാപിയാണ്, അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകുറ്റങ്ങൾ എന്നിൽ നിന്ന് വന്നു പോകുന്നു. എനിക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണമെന്നുണ്ട്, വഴിമാറി സഞ്ചരിക്കണമെന്നുണ്ട്, നന്നാകണമെന്നുണ്ട്. എന്താണ് അതിനൊരു മാർഗം? നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? എല്ലാവർക്കും നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ തെറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മെ അതിന് പ്രേരിപ്പിക്കുകയാണ് നമ്മുടെ ശരീരം, പിശാച്, ഇബ്ലീസ്, അങ്ങനെയെല്ലാം അല്ലേ? അതുകൊണ്ടാണ് നമുക്കൊക്കെ അങ്ങനെ സംഭവിക്കുന്നത്. തെറ്റുകളിലേക്ക് മനുഷ്യൻ അറിയാതെ വഴുകി വീഴുകയാണ്. സാഹചര്യങ്ങളാണ് മനുഷ്യനെ പലപ്പോഴും തെറ്റിലേക്ക് നയിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ഈ പരാതി ഉന്നയിച്ചപ്പോ, ഈ ആവശ്യം ഉന്നയിച്ചപ്പോ, മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറയുന്ന മാർഗം എന്താണെന്നറിയുമോ?
നിനക്ക് നന്നാകണമെന്നുണ്ടോ? തെറ്റിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടോ? പടച്ചറബിന്റെ പൊരുത്തം കരസ്ഥമാക്കണമെന്നുണ്ടോ? ഈമാനോടെ മരിക്കണമെന്നുണ്ടോ? സ്വർഗത്തിൽ കടക്കണമെന്നുണ്ടോ? നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ നിനക്ക് പുഞ്ചിരിക്കുന്ന മുഖവുമായി ആ കോടതിയിൽ നിൽക്കണമെന്നുണ്ടോ? അള്ളാഹുവിന്റെ തിളക്കമാർന്ന മുഖം നിനക്ക് കാണണമെന്നുണ്ടോ? നീ ഒരു കാര്യം ചെയ്യണം മോനെ. ഫൈദാ അറത്താൻ തഅസില്ലാഹ അസ്സ വജല്ല ഫലാ തഅകുൽ റിസ്ഖാ. ഈ ഭൂമിയിൽ വെച്ച് നീ അള്ളാഹുവിന് എതിരായി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യണമെന്ന്, ദോഷം ചെയ്യണമെന്ന് നിനക്ക് തോന്നിയാൽ, അങ്ങനെ നീ ഉദ്ദേശിച്ചാൽ, ഒരു കാരണവശാലും നീ പടച്ചറബിന്റെ ഭക്ഷണം ഭക്ഷിക്കരുത്. ഫലാ തഅകുൽ റിസ്ഖാ. അള്ളാഹുവിന്റെ ഭക്ഷണം നീ തിന്നരുത്. ആ ഒരു നിർബന്ധ ബുദ്ധി നിനക്ക് വേണം. അള്ളാഹു തന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് പിന്നെ എങ്ങനെയാ അവനെതിരെ പ്രവർത്തിക്കുക? അള്ളാഹു തന്ന വെള്ളം കുടിച്ചുകൊണ്ട് നീ എങ്ങനെയാ അള്ളാഹുവിനോട് എതിർ കാണിക്കുക? അള്ളാഹു തന്ന വായു ശ്വസിച്ചുകൊണ്ട് നീ എങ്ങനെയാണ് റബ്ബിനോട് എതിര് പ്രവർത്തിക്കുക? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. അള്ളാഹുവിന് എന്തെങ്കിലും എതിര് ചെയ്യാൻ, പാപം ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ, നീ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, പിന്നെ നീ ഫലാ തഅകുൽ റിസ്ഖാ. അള്ളാഹുവിന്റെ ഭക്ഷണം നീ തിന്നരുത്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇയാൾ ചോദിച്ചു, ഫമിൻ ഐന ആകുൽ വകുല്ലു മാ ഫിൽ അർദി മിൻ റിസ്ഖിഹി. അല്ലേ, ലോകത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹുവിന്റെ റിസ്ഖല്ലേ? അള്ളാഹുവല്ലേ റാസിഖ്? അള്ളാഹുവല്ലേ റാസിഖ്? പിന്നെ ഞാൻ എവിടെന്നാ ഭക്ഷണം കഴിക്കുക? ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കാൻ, തെറ്റ് ചെയ്യാൻ, പാപം ചെയ്യണമെന്ന് നിനക്ക് തോന്നിയാൽ, നീ അങ്ങനെ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ ഭക്ഷണം നീ കഴിക്കരുത്. ഇവിടെയാണ് സുഹൃത്തുക്കളെ ഈമാൻ, തഖ്വ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു കൊടുത്ത ഉപദേശമാണ്. ആ മനുഷ്യൻ ചിന്തിക്കുന്നു, പിന്നെ എങ്ങനെ ഞാൻ ഇന്ന് ജീവിക്കും? ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഭക്ഷണമാണെങ്കിൽ ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ ഭക്ഷണമല്ലാതെ വേറെ എന്ത് ഭക്ഷണമാണുള്ളത്? അജിബ്തു മിനർ റസ്ഖിൽ മുസീഅ ഇലാഹുഹു വലിത്തർകി ബഅദ സ്വാലിഹീന ഫഖീറാ. ഒരു മഹാൻ പാടിയില്ലേ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അജിബ്തു മിനർ റസ്ഖി, അല്ലാഹു തആല റിസ്ഖ് ഭക്ഷണം നൽകുന്നതിനാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആർക്ക്? മുസീഅ, ദോഷിയായ മനുഷ്യന്. അജിബ്തു മിനർ റസ്ഖിൽ മുസീഅ ഇലാഹുഹു, ജഗന്നിയന്താവായ തമ്പുരാൻ ദോഷിയായ പാപിയായ മനുഷ്യന് ധാരാളമായി ഭക്ഷണം, റിസ്ഖ് വാരിക്കോരി കൊടുക്കുന്നു. സന്നാഹങ്ങൾ, ഭൗതികമായ സൗകര്യങ്ങൾ കൊടുക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതേ സമയത്ത് വലിത്തർകി ബഅദ സ്വാലിഹീന ഫഖീറാ, ഈ ഭൗതികമായ ലോകത്ത് സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകൾ പലരും വേണ്ടത്ര ആവശ്യത്തിന് ഭക്ഷണമില്ലാതെ, സമ്പത്തില്ലാതെ, സൗകര്യമില്ലാതെ വലിയ ഇടുങ്ങിയ ജീവിതം നയിക്കുന്നതും കാണുന്നു. അഥവാ സ്വാലിഹീങ്ങളായ പലരെയും അല്ലാഹു ഫഖീറായി, ദരിദ്രനായി വിട്ടുകളയുന്നു. ദുനിയാവിന്റെ അവസ്ഥ അതാണ്. നമ്മൾ വിചാരിക്കും വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവൻ നല്ല ആളായി, ഇവന് മോശക്കാരനായതുകൊണ്ടാണ് ഇവനൊന്നും കിട്ടാതിരുന്നത്. അല്ല, അങ്ങനെയല്ല സുഹൃത്തുക്കളെ. സമ്പത്തുണ്ടാകുന്നത് മഹത്വത്തിന്റെ മാനദണ്ഡമല്ല. ഇനി സമ്പത്ത് ഇല്ലാത്തത് കൊണ്ട് ഒരാൾ മോശക്കാരനോ ആവില്ല, അല്ലേ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ചത് എന്താണെന്നറിയുമോ? ലൗ കാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഅൂദ മാ സഖാ കാഫിറൻ ശർബത മാ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ലൗ കാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹ്, ഈ ഭൗതികമായ ലോകം, ദുനിയാവ്, അത് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, തഅദിലു ജനാഹ ബഅൂദ, കൊതുകിന്റെ വില എന്നല്ല പറഞ്ഞത്, കൊതുകിന്റെ ചിറകിന്റെ വില. എത്ര നിസ്സാരമാണ്! ഈ ദുനിയാവിന്, ഭൗതികമായ ലോകത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ചെറിയ കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, മാ സഖാ കാഫിറൻ ശർബത മാ, ഒരു സത്യനിഷേധിക്കും അല്ലാഹു ഒരു മുറുക്ക് വെള്ളം പോലും കൊടുക്കുകയില്ലായിരുന്നു. അല്ലാഹു തആല ഒരു സത്യനിഷേധിക്കും ഒരു മുറുക്ക് വെള്ളം പോലും കൊടുക്കുകയില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, എത്ര ഗൗരവമായ വിഷയമാണ്. അപ്പൊ അല്ലാഹു തആല ഈ ദുനിയാവിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ഇവിടെ കുറെ ആളുകൾക്ക്, ചിലർക്ക് അല്ലാഹു കൊടുത്തിട്ട് പരീക്ഷിക്കും, ചിലർക്ക് കൊടുക്കാതെ പരീക്ഷിക്കും. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കും പല രീതിയിലും. ഭയം തന്നിട്ട്, വിശപ്പ് തന്നിട്ട്, ശരീരങ്ങളിലും സമ്പത്തിലും കുറവ് വരുത്തിയിട്ട്, അങ്ങനെയൊക്കെ ധാരാളം പരീക്ഷണങ്ങൾ അല്ലാഹു തആല നൽകും. ചില ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് വാരിക്കോരി കൊടുത്തിട്ട് നോക്കും, ഇതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു. ചിലർക്ക് തീരെ കൊടുക്കാതെ നോക്കും. സുബ്ഹാനല്ലാഹ്. ഒരു ഹദീസിൽ കാണാം ഇന്നമദ്ദുനിയാ ലി അർബഅത്തി നഫർ, ദുനിയാവ് 4 തരം ആളുകൾക്കുള്ളതാണ്.
റജുലുൻ ആതാഹുല്ലാഹു മാലൻ വഇൽമാ. അതിലൊരുത്തനാരാണെന്നറിയുമോ? അല്ലാഹു തആല ധാരാളം സമ്പത്ത് കൊടുത്ത് ഇൽമും കൊടുത്തു. അല്ലാഹു തആല സുബ്ഹാനല്ലാഹ് സമ്പന്നനായ പണ്ഡിതൻ ഇസ്സത്തോടെ അഭിമാനത്തോടെ സമകാലിക സമൂഹത്തിൽ ജീവിക്കുന്ന പണ്ഡിതൻ ജീവിക്കുന്നവരെക്കാൾ നല്ല സുന്ദരമായ രീതിയിൽ അഭിമാനത്തോടെ ഇസ്സത്തോടെ ജീവിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ സ്ഥാപക നേതാവായ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ അറിയപ്പെടുന്ന ആ മഹാനായ നേതാവ് സയ്യിദ് സയ്യിദായിരുന്നു. അവിടുന്ന് അന്നത്തെ ജീവിതം ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. സുഹൃത്തുക്കളെ, അന്നത്തെ സമകാലിക സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ ജീവിതമാണ് അവിടുന്ന് നയിച്ചിരുന്നത്. ഹൈദരാബാദിലെ നൈസാം ചക്രവർത്തി വരക്കൽ മുല്ലയാത്തങ്ങൾക്ക് കുതിരവണ്ടിയാണ് സമ്മാനിച്ചത്. മഹാനായ മുല്ലയാത്തങ്ങള് അന്ന് കേരളത്തിലെ ഏക രാജവംശമായിരുന്ന അറക്കൽ കുടുംബവുമായി വലിയ ബന്ധമായിരുന്നു. അറക്കൽ കുടുംബവുമായി ബന്ധമെന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, രാജവംശത്തിന്റെ ഉമ്മറപ്പടിയിൽ പോയി നിന്നുകൊണ്ട് ഒച്ചാനിച്ചു നിൽക്കുന്ന പണ്ഡിതനായിരുന്നില്ല. മറിച്ച് മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളെ അന്നത്തെ രാജവംശം ഏറ്റവും ഉന്നതമായ പരിധിയിൽ വെച്ചിരുന്നു, ഏറ്റവും ഉന്നതമായ മേഖലയിൽ വെച്ചിരുന്നു. അവരെ കൊണ്ട് എല്ലാവിധ കാര്യങ്ങളും സാധിപ്പിച്ചിരുന്നു. അറക്കൽ വംശം മറ്റ് ലോകരാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി മധ്യവർത്തിയായി വെച്ചിരുന്നത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെയാണ്. ബഹുഭാഷാ പണ്ഡിതനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് വിവിധ രാഷ്ട്രങ്ങളുമായി, വിവിധ രാജ്യത്തിന്റെ പ്രതിനിധികളുമായി അറക്കൽ കുടുംബത്തെ ബന്ധിപ്പിച്ചിരുന്ന കണ്ണി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. അന്നത്തെ കോഴിക്കോട് കളക്ടറായിരുന്ന വില്യം ഹോഗൻ എന്ന് പറയുന്ന സാഹിബ് അറബി ഭാഷ പഠിച്ചത് വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്നാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളും വില്യം ഹോഗനും കോഴിക്കോട് കടപ്പുറത്ത് വൈകുന്നേരം കാറ്റുകൊള്ളാനിരിക്കുമ്പോ ആ സാഹചര്യത്തിലാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്ന് വില്യം ഹോഗൻ എന്ന് പറയുന്ന കോഴിക്കോടിന്റെ കളക്ടറായ സാഹിബ് അറബി പഠിച്ചതെന്ന് ചരിത്രത്തിൽ കാണാം. വിശ്വമഹാഗ്രന്ഥമായ തുഹഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതിയ ലോകപ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം, ആ തുഹഫത്തുൽ മുജാഹിദീൻ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി അറബി പഠിപ്പിച്ചു കൊടുത്തത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അത് ഓരോ കാലഘട്ടത്തിലും അല്ലാഹു തആല പണ്ഡിതന്മാർക്ക് ചില ആളുകൾക്ക് അല്ലാഹു ഇസ്സത്ത് കൊടുക്കും. ആ സ്ഥാനത്ത് ഇന്ന് മഹാനായ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് തവല്ലല്ലാഹു ഉംറഹു ചില ആളുകൾക്ക് കാണുമ്പോൾ വല്ലാത്ത അസൂയ. എന്താ ഇത് ഒരു മൊയ്യാരി നടക്കാനായിട്ടില്ല? ഇങ്ങനെയാണ് മൊയ്യാക്കന്മാര് കീറിയ ചട്ടയും പിന്നെ കഴുകാത്ത തുണിയൊക്കെ എടുത്തു വല്ല സൈക്കിളിൽ പോകേണ്ട ആളുകളല്ലേ? അവര് വലിയ വലിയ മുതലാളിമാരെ പോലെ വലിയ വിലവെടുപ്പുള്ള കാറുകളിൽ സഞ്ചരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ ആളുകൾ. പണ്ഡിതന്റെ അഭിമാനം എന്താണെന്ന് അറിയാത്തവരാ, അല്ലെങ്കിൽ കിട്ടാത്തതിന്റെ പേരിൽ ചെറിയ ബേജാറുള്ളവരാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല കൊടുക്കുന്നതാണ്, അത് വലിയ തൗഫീഖാണ്. റജുലുൻ അഅതാഹുല്ലാഹു മാലൻ വഇൽമാ. അല്ലാഹു തആല ഒരു മനുഷ്യന് സമ്പത്ത് കൊടുത്തു, അറിവും കൊടുത്തു. ആ സമ്പത്തും കൊടുത്ത് അറിവും കിട്ടിയ വ്യക്തിയുടെ ചെയ്യുന്ന എന്താ? അതാ നമ്മൾ നോക്കേണ്ടത്. അല്ലാഹു തആല കൊടുത്ത ഇൽമ കൊണ്ട് സമ്പത്ത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചു. സുഹൃത്തുക്കളെ, മഹാനായ ഖമറുൽ ഉലമാ ഒരു നല്ല ഉദാഹരണമല്ലേ? ഇന്നത്തെ ലോകത്ത് എത്രയോ പതിനായിരക്കണക്കിന് വരുന്ന സാധുക്കളായ പാവങ്ങൾ അവിടുത്തെ കൊണ്ട് ജീവിക്കുന്നു. എത്രയോ ലക്ഷങ്ങൾക്ക് തൊഴിൽ നേടിക്കൊടുത്തു. എത്രയോ പാവപ്പെട്ട അനാഥകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ കിടക്കാൻ കൂരയില്ലാത്ത പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. കെട്ടിച്ചേക്കാൻ കഴിയാതെ പുറനിറനിൽക്കുന്ന പെൺകുട്ടികളുമായി കണ്ണും കൈയുമായി കഴിയുന്ന എത്രയോ രക്ഷിതാക്കൾക്ക് സാന്ത്വനത്തിന്റെ കുളിർത്തന്നലായി മഹാനായ ഖമറുൽ ഉലമയുടെ വാക്കുകളും പ്രവർത്തികളും അവർക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കിട്ടുന്നത് മുഴുവനും പാവങ്ങൾക്ക് ചിലവഴി. അത് സംഭരിച്ചു വെച്ചിട്ട് അതിങ്ങനെ തന്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയല്ല, മറിച്ച് അതിങ്ങനെ സമൂഹത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. അള്ളാഹു പൊരുത്തപ്പെടുന്ന തൃപ്തിപ്പെടുന്ന മാർഗത്തിലൂടെ ഉപയോഗിക്കുക. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, അല്ലെങ്കിൽ നമുക്ക് മാതൃകയാക്കാം, റോൾ മോഡലാക്കാം ഇന്നത്തെ ലോകത്ത്. സുഹൃത്തുക്കളെ, അല്ലാഹു തആല അങ്ങനെയാണ്. റജുലുൻ റസഖഹുല്ലാഹു ഇൽമൻ വമാലൻ. സമ്പത്തും അറിവും കൊടുത്തു, അറിവനുസരിച്ച് പ്രവർത്തിച്ചു, സമ്പത്ത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചു, അതിന്റെ ദാതാവായ അല്ലാഹുവിന് ശുക്ർ ചെയ്തു, അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ സമ്പത്ത് ചിലവഴിച്ചു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അല്ലാഹു തആല അത്തരത്തിലുള്ള ആളുകൾക്ക് ദുനിയാവും ആഖിറവും നൽകുന്നു. റബ്ബേ, നമ്മളെയും അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാവട്ടെ. അങ്ങനെയുള്ള ഒരു രണ്ടാമതൊരു മനുഷ്യനുണ്ട്. റജുലുൻ ആതാഹുല്ലാഹു ഇൽമൻ വലം യർസുഖുഹു മാലാ. അല്ലാഹു തആല ഒരു മനുഷ്യന് ഇൽമു കൊടുത്ത് പണ്ഡിതനാണ്, പക്ഷേ മുതലില്ല, സമ്പത്തില്ല.
ആലിമാണ്, ഇൽമുള്ള ആളാണ്, ഉഖ്റവിയായ ആലിമാണ്, ആ ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷേ കാന്തപുരം ഉസ്താദ് എത്രയോ പാവങ്ങളെ സഹായിക്കുന്നു. അല്ലാഹു തആല പണ്ഡിതരിലൂടെ ധാരാളം സമ്പത്ത് സമൂഹത്തിന് കൈമാറുന്നു. അല്ലാഹു എനിക്കതുപോലെ സമ്പത്ത് തന്നില്ല, തന്നിരുന്നെങ്കിൽ എനിക്കും ഒരു പാവപ്പെട്ടവനെ സഹായിക്കാമായിരുന്നു, ഒരു പാവപ്പെട്ടവനൊരു വീട് വെച്ചു കൊടുക്കാമായിരുന്നു, അനാഥയെ സംരക്ഷിക്കാമായിരുന്നു, മറ്റു പലതും ചെയ്യാമായിരുന്നു. സമ്പത്തില്ലാത്ത ദരിദ്രനായ ഫഖീറായ ആലിം. പക്ഷേ സമ്പത്ത് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഉള്ള പണ്ഡിതന്റെ കുശുമ്പ് വെച്ചില്ല, ആ പണ്ഡിതനെ സ്തുതിച്ചു, ആ പണ്ഡിതന് വേണ്ട പ്രോത്സാഹനം നൽകി, ആ പണ്ഡിതന്റെ പിന്നിൽ അടിയുറച്ചു നിന്നു. എനിക്കും അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ അതുപോലെ ചെയ്യാമായിരുന്നു. നല്ല മനസ്സ്. അല്ലാഹു തആല എന്ത് ചെയ്യുമെന്നറിയോ? ഈ മനുഷ്യന് സമ്പത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്, ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും അതുപോലെ ചെയ്യാമായിരുന്നു എന്ന മനസ്സുള്ള ഈ മനുഷ്യന് അല്ലാഹു തആല ഇൽമിന്റെ മഹത്വം മാത്രമല്ല ആ സമ്പത്തിന്റെ പരിഗണനയും കൂടി വെച്ചുകൊണ്ട് ആ നിയ്യത്തിന് അല്ലാഹു പ്രതിഫലം കൊടുക്കും. സഹായിക്കാൻ കഴിവ് കിട്ടിയിട്ടില്ല, സാഹചര്യം ഉണ്ടായിട്ടില്ല, പക്ഷേ എന്നാലും അൽഹംദുലില്ലാഹ് അത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും അതുപോലെ ചെയ്യാമായിരുന്നു എന്ന നല്ല നിയ്യത്ത് കൂലി കിട്ടും. സുഹൃത്തുക്കളെ, രക്ഷപ്പെട്ടു, അവരെ രക്ഷപ്പെട്ടു. അതാണ് വ്യത്യാസം. അതേ സമയത്ത് മൂന്നാമതൊരുത്തനുണ്ട് റജുലുൻ അഅതാഹുല്ലാഹു മാലൻ വലം യുഅതിഹിൽ ഇൽമാ. അല്ലാഹു സമ്പത്ത് കൊടുത്തു, പക്ഷെ അറിവ് കൊടുത്തില്ല. സമ്പത്ത് കൊടുത്ത് അറിവ് കൊടുത്തില്ല. സമ്പത്ത് കൊടുത്തു അറിവ് കൊടുത്തില്ല എന്ന് പറഞ്ഞാല് മുതൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അറിവില്ലെന്ന് മാത്രമല്ല, അഹങ്കാരിയാണ് അവൻ. മുതലാളിയല്ലേ, ഞാൻ വലിയ മുതലാളിയല്ലേ. അവന് പണ്ഡിതന്മാരെ ചീത്ത പറയാൻ മടിയില്ല, പണ്ഡിതന്മാരെ തന്റെ വരുതിയിൽ കൊണ്ടുവരാൻ മടിയില്ല, എന്ത് തോന്നിവാസത്തിനും അവന് മടിയില്ല. കിട്ടുന്ന സമ്പത്ത് കൊണ്ട് അവൻ അടിച്ചു പൊളിച്ച് ജീവിച്ചു, ആർഭാടപൂർണമായ ജീവിതം നയിച്ചു. അവനൊരു മകളുണ്ട്, ആ മകളുടെ കല്യാണത്തിന് അവൻ കോടികളാണ് ചിലവഴിക്കുന്നത്. എത്ര വലിയ ആർഭാടപൂർണമായ വിവാഹമാണ് അവൻ നടത്തിയത്. വേണ്ടാത്ത ഡാൻസും കൂത്തും പാട്ടും എല്ലാം വെച്ചു, ലക്ഷങ്ങൾ ചിലവഴിച്ചു. വലിയ വലിയ ക്യാമറാമാൻമാരെ കൊണ്ടുവന്ന് സ്ത്രീകളുടെ ആ അംഗലാവണ്യം ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് യൂട്യൂബിൽ പ്രചരിപ്പിച്ചു. എന്റെ മകളുടെ കല്യാണമാണ്, എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. വിഭവസമൃദ്ധമായ സദ്യ, പലതരത്തിലുള്ള സദ്യ, ലക്ഷങ്ങളാണ് പൊടിപൊടിച്ചത്. പക്ഷേ ആ ചെലവൊന്ന് ചുരുക്കിയിട്ട് തൊട്ടടുത്തുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചേക്കണമെന്ന ചിന്ത അവർ വന്നില്ല. സമ്പത്ത് ധാരാളമുണ്ട്, പക്ഷേ ആ സമ്പത്ത് നൽകിയ പടച്ചറബിനെ അവൻ മറന്നുപോയി. കാരണം അവന് ചിന്തിക്കാനുള്ള ബോധമില്ല, വിവരമില്ല. അള്ളാഹു അവന് മുതൽ മാത്രമേ കൊടുത്തുള്ള ഇൽമു കൊടുത്തില്ല. ആ സമ്പത്ത് കൊണ്ട് അവൻ അടിച്ചു പൊളിച്ചു. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് പകരം അവന്റെ കോപത്തിന് കാത്തിരിപ്പുതനായി. അങ്ങനെ ഒരുത്തൻ. ഇനി നാലാമതൊരുത്തൻ കേൾക്കണോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക്? റജുലുൻ വലം യുഅതിഹിൽ ഇൽമ വൽ മാല. മുതലും കൊടുത്തില്ല, സമ്പത്തും കൊടുത്തില്ല, ഒരു പാവപ്പെട്ട ഫഖീർ. പക്ഷേ അവൻ മഹാവൃത്തികെട്ടവനാണ്, മുതലില്ല, വിവരവുമില്ല. അവന്റെ ചിന്ത എന്താണെന്നറിയുമോ? അവൻ ഇഷ്ടം പോലെ, മറ്റവനിഷ്ടം പോലെ മുതലുണ്ട്, അവൻ അടിച്ചു പൊളിക്കുന്നു, അവൻ എന്തെല്ലാം സംവിധാനങ്ങളാ ഒരുക്കിയിരിക്കുന്നത്, എത്ര ആർഭാടപൂർണമായാണ് അവൻ ജീവിക്കുന്നത്, എന്തെല്ലാം പരിപാടികൾ അവൻ സംഘടിപ്പിക്കുന്നു. എനിക്ക് മുതലില്ല, ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും അതുപോലെ ഒന്ന് ചെയ്യാമായിരുന്നു, ഒന്ന് അടിച്ചു പൊളിക്കാമായിരുന്നു. ഈ മുതലില്ലാത്ത ദരിദ്രനായ പഹയൻ, ദുനിയാവില്ല ആഖിറയില്ല, അവൻ ചിന്തിക്കുക, എനിക്ക് ഇതുപോലെ മുതൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് അടിച്ചു പൊളിക്കാമായിരുന്നു, കുറച്ച് മദ്യം കഴിക്കാമായിരുന്നു, സുന്ദരികളായ പെൺകുട്ടികളുമായി സുഖമായി ഒന്ന് വിഹരിക്കാമായിരുന്നു, അങ്ങനെ എല്ലാം പലതും വേണ്ടാത്തതെല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ള ചിന്ത. ഇവനെന്താ കുഴപ്പം? ഇവന് മുതലില്ല, ബോധമില്ല, പക്ഷെ ഇവനും കുറ്റത്തിൽ, നേരത്തെ ചെയ്ത മുതലാളി ചെയ്തതുപോലെ കുറ്റത്തിൽ ഇവനും തുല്യമാണ്. ഫബിസ്റുഹുമാ സവാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചതാണ്. ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവിൽ അല്ലാഹു തആല പലരെയും പരീക്ഷിക്കുന്നത് അങ്ങനെയാണ്. കണ്ടോ, നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല എന്ന് പറയുന്നു, മോനെ, നീ പടച്ച റബ്ബിനെ എതിര് പ്രവർത്തിക്കണമെന്ന് നിനക്ക് തോന്നിയാൽ, അല്ലാഹുവിനെ തെറ്റ് പാപം ചെയ്യണമെന്ന് നിനക്ക് തോന്നിയാൽ നീ എന്ത് ചെയ്യരുത്? അല്ലാഹുവിന്റെ റിസ്ഖ് തിന്നരുത്. അല്ലാഹുവിന്റെ റിസ്ഖ്, അവന്റെ ഭക്ഷണം കഴിക്കരുത്, അവന്റെ വായു ശ്വസിക്കരുത്, അവന്റെ വെള്ളം കുടിക്കരുത്. അങ്ങനെ ഒരു മനുഷ്യന് ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിയുമോ? കാരുണ്യവാനായ കരുണാവാരിധിയായ റബ്ബ് നമുക്ക് തന്ന നിയമത്ത് എത്രയോ വലുതാണ് സുഹൃത്തുക്കളെ. ഒരു നിമിഷം ചിന്തിച്ചാൽ നമുക്ക് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന്, അവന്റെ തൃപ്തിക്കെതിരായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? കാരണം ഓരോ സെക്കൻഡിലും നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടല്ലേ. ഒരു ചെറിയ രോഗം വന്നാൽ കഴിഞ്ഞില്ലേ നമ്മുടെ വിഷമം, നമ്മുടെ കാര്യം. ഒരു തലവേദന വന്നാൽ എത്ര വലിയ അഹങ്കാരിയാണ്, എത്ര വലിയ ധിക്കാരിയാണെന്ന് പറഞ്ഞാലും ഒരു തലവേദന വന്നാൽ പിന്നെ അവന് വല്ലതും കഴിയുമോ സുഹൃത്തുക്കളെ? ഭയങ്കര തലവേദന, തല വെട്ടിപ്പൊളിയാ. മഹാകള്ളുകുടിയനാണ്, വ്യഭിചാരിയാണ്, ആർഭാടപൂർണമായ ജീവിതം നയിക്കുന്നവനാണ്, എല്ലാം അടിച്ചു പൊളിക്കണമെന്ന് കരുതുന്നവനാ.
അവനതാ ഒരു തലവേദന വന്നു, വേദന സഹിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് അവന് മറ്റൊന്നിനും ചിന്തയില്ല. അല്ലെ, ചെറിയൊരു വേദന വന്നാൽ മതി, കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും. അല്ലാഹു തആല അതൊന്നുമില്ലാതെ നമുക്ക് ആഫിയത്ത് തന്നു, ആരോഗ്യം തന്നു, സുഖമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ഒരുക്കി തന്നു. നാം ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നു, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള വായു ഇഷ്ടം പോലെ ശ്വസിക്കുന്നു, ആരോടും ചോദിക്കുന്നില്ല. ഹോസ്പിറ്റലുകളിലൊക്കെ രോഗികളായി കിടക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നും പത്രത്തിൽ വായിച്ചു, നമ്മുടെ കേരളത്തിലെ നിയമസഭാ സ്പീക്കർ ജി കാർത്തികേയൻ കുറെ ദിവസമായി അദ്ദേഹം ചികിത്സയിലാണ്. കരൾ മാറ്റിവെക്കൽ, എന്തൊക്കെയോ പരിപാടികൾ, പ്രക്രിയകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എത്ര ലക്ഷം ചെലവാക്കുന്നുണ്ടാകും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ദുനിയാവിൽ എത്രയെങ്കിലും കിട്ടിയാൽ തികയോ സുഹൃത്തുക്കളെ? നമ്മൾ വിചാരിക്കും എനിക്ക് 1000 ദിർഹമേ ശമ്പളമുള്ളൂ, ഒന്നിനും തികയുന്നില്ല എന്ന്. ഒരു രോഗവും ഇല്ലാതെ ഈ 1000 കൊണ്ട് മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് നമുക്ക് സുഖമായി തിന്നാൻ കഴിഞ്ഞാൽ അത് തന്നെയല്ലേ? അതേ സമയത്ത് മറ്റൊരു 10,000 കിട്ടുന്നുണ്ട്, ഒരു ഒഴിവില്ല, എന്നും ഹോസ്പിറ്റലില്ല. ഭാര്യയ്ക്ക് അസുഖം, മക്കൾക്ക് അസുഖം, ഒരാളുടെ മാറി അടുത്ത ആൾക്ക്, അയാളുടെ മാറി മറ്റേ ആൾക്ക്, ഉമ്മാക്ക് അസുഖം, വാപ്പാക്ക് അസുഖം. പടച്ചമ്പുരാനെ എത്ര ചെലവായി! ഈ കിട്ടുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. അപ്പൊ അല്ലാഹു തആല നമുക്ക് തന്ന നിഅമത്ത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇനി ഇതെല്ലാം സഹിക്കാൻ പണം ചെലവാക്കൽ മാത്രമാണ് സുഹൃത്തുക്കളെ. ഒരു രോഗം വന്നാൽ, അസുഖം വന്നാൽ നമ്മൾ എത്രമാത്രം വേദന തിന്നണം? അത് ആരെങ്കിലും സഹിക്കുമോ? പണം ചെലവാക്കാൻ ചിലപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടാകും വിചാരിക്കും. അനുഭവിക്കുന്ന വേദന അവൻ സ്വന്തം അനുഭവിച്ച് തീർക്കണ്ടേ? ഇന്നത്തെ മാരകമായ രോഗങ്ങളൊക്കെ വന്നാൽ സുഹൃത്തുക്കളെ എന്താ വിഷമമെന്നറിയോ? ഈ ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗം അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ കഠിനമായ വേദനയാണ്, ശരീരം മുഴുവൻ, ഒരു സ്ഥലം മാത്രമല്ല. അങ്ങനെ വേദന സഹിച്ച് ജീവൻ കടിച്ചമർത്തി ജീവിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട് ഹോസ്പിറ്റലുകളിൽ. അല്ലെങ്കിൽ ഒരു ആക്സിഡന്റിൽ പെട്ടു, നമുക്കൊരു അസുഖം വന്നു. ഇപ്പൊ കഴിഞ്ഞ നമ്മളൊക്കെ പറഞ്ഞാണല്ലോ, കഴിഞ്ഞ 1 മാസം മുമ്പ് ഞാൻ പറഞ്ഞ എന്റെ നാടിനടുത്ത് പത്രങ്ങളിലൊക്കെ വാർത്ത വന്ന ആ സംഭവം. 14 വയസ്സുള്ള ഒരു കുട്ടി, മുതഅല്ലിമായ വിദ്യാർത്ഥി, ഇന്നും മെഡിക്കൽ സയൻസിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗം, എന്തോ ഒരു പേര് ഡോക്ടർമാർ കണ്ടുപിടിച്ചു, പത്രത്തിൽ വന്നു. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ, അവരൊരു പേര് കൊടുത്തു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം വേദന ആ കുട്ടി കടിച്ചമർത്തുണ്ടാകും. അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മൾ ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. അപ്പൊ അല്ലാഹു തആല നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ ആവശ്യമായ ആഫിയത്തും ആരോഗ്യവും തന്നാൽ തന്നെ ജീവിതകാലം മുഴുവനും പടച്ച റബ്ബിന് സുജൂദ് ചെയ്താലും അല്ലാഹു ചെയ്ത നിഅമത്തിന് പകരമാവില്ല മക്കളെ, ഒരിക്കലും അതിന് പകരമാകില്ല. അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകളെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊന്നും ഒന്നുമല്ല. 24 മണിക്കൂറും പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞാലും അല്ലാഹു അവൻ ചെയ്ത നിഅമത്തിന് തുല്യമാവില്ല. അതാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ശുക്ർ ചെയ്താലേ ആ ശുക്രിന് പിന്നെ ശുക്ർ ചെയ്യേണ്ടി വരും. അത് തോന്നിപ്പിക്കുന്ന റബ്ബാണ്. അപ്പൊ അത്രമാത്രം വളരെ ചിന്തിക്കേണ്ട അവസ്ഥയാണ് നമുക്കൊക്കെ ഉള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, മഗ്‌രിബിന്റെ ടൈമായി വരുന്നു. ഇനിയും അതുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്. 5 കാര്യങ്ങളാണ് ആ മനുഷ്യന് ചെയ്തു കൊടുത്ത ഉപദേശം. ഒന്നാമത്തെ ഉപദേശം ഇതായിരുന്നു, നീ അല്ലാഹുവിനെ എതിര് പ്രവർത്തിക്കാൻ, തെറ്റ് ചെയ്യാൻ നിനക്ക് തോന്നിയാൽ, എന്തെങ്കിലും തിന്മ ചെയ്യണമെന്ന്, വേണ്ടാത്തത് ചെയ്യണമെന്ന് നിനക്ക് തോന്നിയാൽ, അങ്ങനെ നീ ഉദ്ദേശിച്ചാൽ നീ എന്ത് ചെയ്യണം? ഫലാ തഅകുൽ റിസ്ഖഹു, അല്ലാഹുവിന്റെ ഭക്ഷണം നീ കഴിക്കരുത്, പുറത്തെവിടെയെങ്കിലും പോണം. അങ്ങനെയായാൽ പിന്നെ നിനക്ക് ഒരുപക്ഷെ തെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ബുദ്ധിയും മനസ്സും വിവേകവും ബോധവും നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ടാകണം. അല്ലാഹു നമുക്കൊക്കെ നല്ല കൽബ്, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പടച്ചറബിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവുകൾ പലതും വരാനുണ്ട്. എല്ലാവരും ക്ലാസ് റൂമിൽ സജീവമാകുക. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാര് ഫ്രീ ഉള്ള, റാഫി അസരി ഉസ്താദ് ഫ്രീ ആണെങ്കിലും വെക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം ആരും മറന്നുപോകരുത്. നമ്മുടെ നൂറുൽ ഉലമ അനുസ്മരണവും ഖത്മുൽ ഖുർആൻ ദുആയും ഇൻഷാ അല്ലാഹ് 7-ാം തീയതി ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം രാത്രി 11:30, UAE സമയം 10, സൗദി സമയം 9 മണിക്ക് ഇൻഷാ അല്ലാഹ് നടക്കും. എല്ലാ കൂട്ടുകാരും ആ സമയത്ത് സദസ്സിൽ എത്തിച്ചേരണം. ഖത്മ ഏറ്റെടുത്തവർ പ്രത്യേകിച്ച് ആരും അതറിയാത്തവരായി ഉണ്ടാകരുത്. എല്ലാവരിലേക്കും സന്ദേശം കൈമാറുക. ഇൻഷാ അല്ലാഹ് മഹാനായ MA ഉസ്താദിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയാനും മനസ്സിലാക്കാനുമുള്ള, നല്ല ഉസ്താദുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ അനുസ്മരണ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. അതുപോലെ നമ്മുടെ ഖത്മുൽ ഖുർആനും തഹ്ലീലും ഒക്കെ നമുക്ക് അവർക്ക് വേണ്ടി സമർപ്പിച്ച് ദുആ ചെയ്യണം. അല്ലാഹു തആല ഈ സദുദ്യമത്തിലൊക്കെ പങ്കാളികളാകുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആദരവോടെ റാഫി അമാനിയ മൈക്കിലേക്ക് ക്ഷണിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.